ഓൾ കേരള ട്രിപ്പിന്റെ അവസാനത്തെ ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്തേക്കാണ്. വിഷ്ണു ബ്ലോഗാണ്. 2024 നമ്മൾ കടക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. ഒരു ദിവസം ന്യൂ ഇയർ ആയിട്ട് 2024 തിരുവനന്തപുരത്ത് വന്നെങ്കിലും മച്ചാൻ നമ്മുടെ കൂടെ ഉണ്ട്. മച്ചാനെ ഇനി വീണ്ടും നമ്മൾ ഈ 2024 നമ്മളെ കൂടെ നമ്മളെ വട്ടപ്പാറ തിരുവനന്തപുരം വട്ടപ്പാറ പന്നിയോടത്തേക്ക് മച്ചാനെ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മച്ചാൻ നമുക്ക് വേണം. അമേരിക്ക വിലയ്ക്ക് വാങ്ങിക്കുവാനുള്ള ഒരു സംവിധാനം വരെ ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. അത് ഒന്നോ രണ്ടോ നിലവറകൾ തുറന്ന ആ കുറെ ഒരു 5-6 നിലവറ തുറക്കാതെ 2-3 നിലവറ തുറന്നാൽ തന്നെ അതിനകത്തുള്ള വജ്രങ്ങളും നിധികളും കൊണ്ട് ഈ ലോകം ഫുള്ള് വാങ്ങിക്കാനുള്ള സ്വത്ത് ഈ പത്മനാഭന്റെ കയ്യിലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഓൾ കേരള ട്രിപ്പിന്റെ അവസാനത്തെ ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോകുന്നത് നേരെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ്. നമ്മളെ ഫ്രണ്ടായിട്ടുള്ള വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വിഷ്ണു നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ഡയറക്റ്റ് നമ്മൾ പോവുകയാണ്. അവിടെ നമ്മൾ ഈ വർഷം 2023 അവസാനത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നമ്മളെ നൈറ്റിൽ അവിടെ ന്യൂ ഇയർ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരത്തെ കാഴ്ചയായിരിക്കും. ലാസ്റ്റ് എൻഡാണ്. അതോടുകൂടി നമ്മൾ യാത്ര അവസാനിക്കും. അപ്പോൾ ഏകദേശം 17-18 ദിവസത്തോളമായി യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട്. എല്ലാ സമയത്തും നമ്മളെ കൂടെ നിന്ന് എല്ലാ കട്ട ചങ്ക്സിനും ഒരുപാട് താങ്ക് യു. നമ്മളിനി പോകാൻ പോകുന്നത് ലാസ്റ്റ് ജില്ല ആയിട്ടുള്ള തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യാം. ജസ്റ്റ് ഫോളോ മീ. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്ന തിരുവനന്തപുരം നമ്മളെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ്. കൊല്ലം ജില്ലയിലെ കാഴ്ചകളൊക്കെ അവസാനിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഏകദേശം 62 കിലോമീറ്ററാണ് സിറ്റിക്കുള്ളത്. എത്ര സമയം കൊണ്ട് നമ്മൾ അവിടെ എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറും 29 മിനിറ്റാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ടൈമിങ്ങിന് ചെറിയ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ഇന്ന് സൺഡേ ആയ കാരണത്താൽ ബ്ലോക്ക് വളരെ കുറവാണ്. അത് വലിയൊരു കിട്ടലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നല്ലൊരു തണലേറിയ പ്രദേശം തന്നെയാണ്. ഏതായിരുന്നാലും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ മെമ്മറി ഫുള്ളാകാനായിട്ട് നമുക്ക് ഫസ്റ്റിൽ ഒരു മെമ്മറി കാർഡ് വാങ്ങിക്കണം. അതിനായിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മുന്നോട്ട് സ്പേസ് ഇല്ല, നമുക്ക് ഡിലീറ്റ് ആക്കി ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് മെമ്മറി വാങ്ങിക്കാം. നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കയറിയിട്ടുണ്ട്. നമ്മളെ മെമ്മറി ഫുള്ളായി 6 GB ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റോറേജ് ഒന്നും ചെയ്യാനില്ല. മൊബൈലൊക്കെ മാറ്റി, പക്ഷേ എന്നാലും നല്ല തന്നെ സ്റ്റോറേജ് വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് മാക്സിമം ഫുള്ളായത്. ഇപ്പോൾ ഏകദേശം 3 ജില്ലേൻ്റെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടും തീർന്നിട്ടില്ല, സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിതാ തിരുവനന്തപുരത്ത് മടത്തറ റോഡ് പാലോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിത് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ച് ഏകദേശം 64 GB മെമ്മറി കാർഡ് വാങ്ങിച്ചത് 490 രൂപയോളം വന്നിട്ടാണ്. നല്ല കുഴപ്പമില്ല. സാൻഡിസ്കിൻ്റെ തന്നെയാണ്. ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിട്ടപ്പോഴും 64 GB നമുക്ക് ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയത് വീഡിയോ ഡ്യൂറേഷൻ ഇപ്പോൾ എത്ര ബാലൻസ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്കൂർ മാത്രമേ കിട്ടുള്ളൂ. 64 GB ഇട്ടപ്പോൾ. അപ്പോൾ 5Kയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്ര അധികം ഇത് വരുന്നത് ഇതുകൊണ്ടാണ്. നല്ല വെയിലാനുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യണം. നേരെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ബാക്കിയുള്ള ദിവസം ഈവനിങ്ങിൽ ഇറങ്ങിയ ശേഷം തിരുവനന്തപുരം എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് സ്റ്റിൽ ഫോളോ ചെയ്യാം. തിരുവനന്തപുരത്ത് പാലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണത്. തിരുവനന്തപുരം സിറ്റിയിലേക്ക് ഏകദേശം ഇനി ഒരു 34 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 1 അവർ സമയമാണ് എടുക്കുന്നത്. നമ്മൾ റൈഡ് അഗൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ റൈറ്റ് ആയിട്ടാണ് റൂട്ട് കാണിക്കുന്നത്, പക്ഷേ റോങ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് യൂ ടേൺ അടിച്ച് തിരിച്ച് ആ റോഡിലേക്ക് തന്നെ പോകണം. റോങ് ആണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. വീണ്ടും നമ്മൾ യൂ ടേൺ അടിച്ചിട്ടുണ്ട്. നമ്മൾക്ക് പോകുന്നത് ലെഫ്റ്റാണ്. നമ്മൾ ലൊക്കേഷന് ഫുൾ ടൈം ഓണാക്കി വെച്ചിട്ടില്ല. ലൊക്കേഷൻ മീൻസ് ഡാറ്റ ഓണാക്കി വെച്ചിട്ടില്ല. ഡാറ്റ ഓണാക്കുന്നതും അതുപോലെ തന്നെ ലൊക്കേഷൻ നോക്കുന്നതും കൂടി ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചാർജിങ് പോകും. അതുകൊണ്ട് തന്നെ സംടൈം നമ്മൾ നെറ്റ് കണക്ട് ചെയ്തിട്ട് ലൊക്കേഷൻ ഓണാക്കിയിട്ട് ആ ഒരു ഓണാക്കിയ രീതിയിൽ തന്നെ പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസം ഈ തിരുവനന്തപുരം എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ നേരെ വിഷ്ണുവിൻ്റെ വീട്ടിൽ പോവുക. അവിടെ ലഞ്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും അങ്ങോട്ടേക്ക് എത്തുക, അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. ഈവനിങ്ങോട് കൂടി തിരുവനന്തപുരം എവിടേക്കാണ് പാർട്ടി എന്നൊന്നും അറിയില്ല. നമ്മൾ ന്യൂ ഇയർ ദിവസം തിരുവനന്തപുരത്തിൻ്റെ കാഴ്ചകൾ എത്രത്തോളം ഭംഗിയുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർട്ട് കൊച്ചിയിലൂടെയൊക്കെ പോയ സമയത്ത് ക്രിസ്മസിൻ്റെ ഒക്കെ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ നല്ല അടിപൊളി കളർഫുള്ളായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം കോവളം അങ്ങനെ വരുന്ന സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയാക്കലുണ്ടെന്ന് പറഞ്ഞ്
ന്യൂ ഇയർ സമയങ്ങളിലൊക്കെ. അപ്പോൾ ഏതായിരുന്നാലും നമ്മളെ റൈഡിൻ്റെ അവസാന ദിവസം നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം. നമ്മളെ ലൈഫിൽ വ്ളോഗായിട്ട് പോയിട്ടുള്ള ആദ്യ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നേപ്പാളായിരുന്നു. നമ്മൾ 5 ദിവസത്തെ ട്രെയിൻ യാത്രയിലൂടെ ആയിരുന്നു നേപ്പാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 8ഓളം സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ടായിരുന്നു നമ്മൾ നേപ്പാളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളന്ന് പോയ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ കയറി ചെന്നൈയിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് ബീഹാർ വഴി അങ്ങനെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. റക്സൽ ബോർഡറിൽ ഇറങ്ങിയിട്ട് ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മൾ ആ ഒരു നേപ്പാൾ ട്രിപ്പിൻ്റെ കാഴ്ചകളും ഇതിലുണ്ട്, എല്ലാം കാണാൻ കഴിയും. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മളെ റൈഡ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം നീണ്ട ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം 17 ദിവസം കഴിഞ്ഞ് നമ്മൾ 10 ദിവസമായിരുന്നു പറഞ്ഞിരുന്നത്. ഏകദേശം നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 14ാമത്തെ ജില്ല ആയിട്ടുള്ള തിരുവനന്തപുരത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും സാധാരണ രീതിയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകാറുണ്ട്. നമുക്ക് മലപ്പുറം ജില്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തോന്നിയത് ഒന്നും കൂടെ ഒരു ഡിസ്റ്റൻസ് കുറവുള്ളത് കാസർഗോഡ് നിന്നായിരുന്നു. അപ്പോൾ നേരെ കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തിരുവനന്തപുരം മെൻറ്റേജിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിലുള്ള ഒരു ട്രിപ്പായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിയാനായിട്ട് പോകുന്നത്. തിരുവനന്തപുരം ജില്ലയും കൂടി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾ കേരള ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഓരോ ജില്ലേൻ്റെയും നമുക്ക് ഫുള്ളായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏതായിരുന്നാലും നമുക്ക് ഈ ഒരു 17-18 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയോടെ തന്നെ നാളെ മോർണിംഗോട് കൂടി ആയിരിക്കും നമുക്ക് തിരുവനന്തപുരം എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇന്ന് നൈറ്റിൽ എവിടെയെങ്കിലുമൊക്കെ നല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ്. ഏതായിരുന്നാലും നല്ല പച്ചപ്പേറിയിട്ടുള്ള നാട്ടിലാണ് വീണ്ടും നമ്മൾ എത്തിയിട്ടുള്ളത്. കേരളം തന്നെ ഒരു പച്ചപ്പാണ്. അതിലുപരി ഓരോരോ ജില്ലകൾ കയറി വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ. റോഡ് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഇതുവരെ നമുക്ക് അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള റോഡ് ഒന്നും പറയാനില്ല. നമ്മുടെ കേരളം സംടൈം വലതായിരിക്കും, സംടൈം ഇടതായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലും നമ്മൾ ഓരോരോ സർക്കാർ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് അവരെക്കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ കറൻറ്റ്ലി സിറ്റുവേഷൻ എന്ന് അറിഞ്ഞതിൻ്റെ ശേഷം ഓരോരോ സർക്കാർ നമ്മൾ വിമർശിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതായിരുന്നാലും നമ്മളെ റൈഡിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ഫസ്റ്റിൽ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പോരുന്ന സമയത്ത് ഒരു ഒരു സൈഡ് മൊത്തം ടയർ ഫുള്ള് തേഞ്ഞു പോയ ടയറായിരുന്നു. ആ ഒരു ടയർ വെച്ചിട്ടാണ് ഇത്രയും ഓടിയത്. ഒരു പഞ്ചർ പോലും ആയിട്ടില്ല. അപ്പോൾ ആ നമ്മൾ പോയ റോഡിൻ്റെ ഒക്കെ സിറ്റുവേഷൻ മനസ്സിലായല്ല. അത്രയും പെർഫെക്റ്റാണ്, ഒന്നും പറയാനില്ല, രക്ഷയില്ല. അങ്ങനെ മണിക്കൂറുകൾ ശേഷം നമ്മളിതാ വിഷ്ണുവിൻ്റെ ലൊക്കേഷനിൽ എത്താനായി തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു ഇപ്പോൾ നാട്ടിൽ തന്നെ ഇപ്പോൾ സെറ്റിലായിട്ടുള്ളത്. ഖത്തറിലായിരുന്നു ഏകദേശം ഒരു 5-6 വർഷമായിട്ട്. അങ്ങനെ വിഷ്ണുവിൻ്റെ നാട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ലൊക്കേഷനിലേക്ക് പറഞ്ഞൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അവൻ്റെ ലൊക്കേഷൻ റീച്ച് ചെയ്യും. ഇന്ന് സൺഡേ കാരണം തന്നെ അവന് ലീവാണ്, അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം പറയുമ്പോൾ നമ്മളെ ഷമീർ ഇപ്പോൾ നാട്ടിൽ നിന്ന് കയറി ഇപ്പോൾ സൗദിയിലാണെന്ന് പറഞ്ഞത്. എല്ലാവരും എല്ലാവരും ലുലുവിലായിരുന്നു വർക്ക് ചെയ്തിരുന്നുണ്ട്. ആ ലുലുവിൽ നിന്ന് എല്ലാവരും ഇപ്പോൾ ക്യാൻസൽ അടിച്ച് പോകുന്ന നാട്ടിലാണ്. പോരത്തിലൊക്കെ ആയിട്ട് നാട്ടിലും അതുപോലെ തന്നെ പല വർക്കിലായിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഏതായാലും ആ ഒരു പ്രവാസ ലോകത്തെ ആ ഒരു കാലം വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മളിത് ആ ലൊക്കേഷനിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. റൈറ്റ് വശത്തേക്കാണ് റോഡ് കാണിക്കുന്നത്. എന്നാലും കുറച്ച് റഷാണ് പെട്ടെന്ന് ഇരിക്കുന്നത്. താഴേക്കുള്ള റോഡായിട്ടാണ് കാണിക്കുന്നത്. അതെല്ലാം നമുക്ക് ഫ്രണ്ട് പോയിട്ട് തിരിക്കാം. ഓക്കെ, സ്മാർട്ട് പോയിന്റിന്റെ താഴേക്കുള്ള റോഡ് അല്ലേ? ആ, ദേവി ക്ഷേത്രത്തേക്ക്. ഓക്കെ, താഴേക്ക് ഇറങ്ങല്ലേ? താഴേക്ക് ഇറങ്ങി എന്നെ കണ്ട അവിടുന്ന് റൈറ്റാ? താഴേക്കല്ലേ? ആ, ഇവിടേക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് റൈറ്റിക്കല്ലേ വരേണ്ടത്? ഓക്കെ. ഈ റോഡിലുണ്ടാ?
തിരുവനന്തപുരത്ത് വെൽക്കം ചെയ്യാനായിട്ട് മിസ്റ്റർ വിഷ്ണു. ഇത് ബ്ലോഗാണ്. ഞാൻ അങ്ങോട്ട് ഇതിന്റെ മുന്നിൽ തന്നെ നിങ്ങളെ റോഡിന്റെ അവിടെ തന്നെ നിന്നത്. പിന്നെ ആണ്ട് വിട്ടിന്നെ ഞാൻ ഏത് റൂട്ടാ പറഞ്ഞതെന്ന് ചോദിക്കാം. ഞാൻ പള്ളിന്റെ ക്രിസ്ത്യൻ പള്ളിന്റെ നേരെ ഞാൻ നിങ്ങൾ ഇപ്പുറത്തായിരിക്കും ഈ റൂട്ടിനെ ലെഫ്റ്റ് ഭാഗത്ത് ഞാൻ ഇവിടെ നിന്നല്ലേ വരുന്നത്. ഉള്ളൂർ അത് വഴി വെഞ്ഞാറമൂട് വഴി അല്ലല്ല വെഞ്ഞാറമൂട് ടച്ച് ചെയ്തിട്ട് ഞാന് പിന്നെ അത് വഴി ഞാൻ അങ്ങനെ വേറെ ഏതൊക്കെ റൂട്ടിലാണ് വന്നത്. അപ്പോൾ വിഷ്ണുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ അമ്മ അച്ഛനൊന്നും ഇല്ലട്ടാ. അമ്മ അച്ഛനോട് പോയി ഗുരുവായൂരിക്കില്ലേ? ഓക്കെ. അപ്പം ഇനി തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ ഒരു വിളയാട്ടായിരിക്കും. ഒരു സൈഡ് വിഷ്ണു ആണെങ്കിൽ ഒരു സൈഡ് വിഷ്ണുവിന്റെ കയ്യിലായിരുന്നത് തിരുവനന്തപുരം മൊത്തത്തില്. വിഷ്ണുവിന്റെ വീട്ടിലെത്തി നമ്മളെന്താ ലഞ്ചിനായിട്ട് വിഷ്ണു നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരുണ്ടാക്കിയത്? വിഷ്ണു അല്ല. വിഷ്ണുവിനെ ഒരു കുന്ത അറിയില്ല ഉണ്ടാക്കാൻ. ഖത്തറിൽ വന്നിട്ട് ഒരു ഞാനും പഠിച്ചിട്ടില്ല വല്ലാണ്ട്. അപ്പൊ നമ്മളെ വിഷ്ണുവിന്റെ വീട്ടിൽ നമ്മളെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഞ്ച് കുറച്ച് ഇടയിലായിട്ടുണ്ട്. അതായിരുന്നാലും നമ്മൾ നേരെ കൊല്ലത്തുനിന്ന് ഷാജാന്റെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ലഞ്ച് ആയപ്പോൾ നമ്മളെ വിഷ്ണുവിന്റെ വീട്ടിലെത്തി. അപ്പോൾ നമ്മളെ ഓൾ കേരള ട്രിപ്പിന്റെ ലാസ്റ്റ് എൻഡാണ് ഡിസ്ട്രിക്ട് തിരുവനന്തപുരം. അപ്പം വിഷ്ണു കഴിച്ചുവിട്. മതി സ്പെഷ്യൽ. അയ്യോ എന്തൊക്കെയാ ഇടുന്നുണ്ട്. കപ്പ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ ഇതാ. കപ്പ ഉണ്ട്, അതുപോലെ തന്നെ ചോറ്, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്. മോനെ അപ്പം നമ്മൾ തിരുവനന്തപുരം എത്തി. ഉച്ചക്കെത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളതാ വിഷ്ണുവിൻ്റെ കൂടെ പ്രാവശ്യത്തെ ന്യൂ ഇയർ 2023 ഇവിടെ പറഞ്ഞു പോകുന്നു. 2024 നമ്മളെ വിഷ്ണുവിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ എത്രത്തോളം ആയിരിക്കും സക്സസ് എന്നുള്ളത് നോക്കാം നമുക്ക്. കാണാം. 2024 വിഷ്ണുവിൻ്റെ കൂടെ നമ്മളതാ ഫ്രണ്ട്സൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെറ്റ്, അതുപോലെ ലൈറ്റ്സ് കാര്യങ്ങൾ പക്ക സെറ്റാണ്. കുട്ടികൾ എവിടേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ അവരെ നാട്ടിൽ തന്നെ സെറ്റാക്കുന്നു അല്ലേ? അടിപൊളിയല്ലേ? എല്ലാ വർഷവും ചെയ്യാറുണ്ടോ? എല്ലാ വർഷവും ഇതേപോലെ തന്നെ അടിപൊളിക്കും. നമ്മളിവിടുത്തെ ഏരിയയിലെ കുറച്ച് പയ്യന്മാരുണ്ട്, അവരൊക്കെ കൂടെ ഇവിടെ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ലാൻഡ് ലൈറ്റിലുണ്ട്. അവിടെ ആംപ്ലിഫയറൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കളറായിരിക്കും 12 ആകുമ്പോഴത്തേനല്ലേ? ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി മ്യൂസിക്കെല്ലാം ഓണാക്കി. ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിപൊളിയാക്കുന്നുണ്ട്, കളർഫുൾ ആക്കുന്നുണ്ട്. ഓരോരോ ഏരിയകളും പൊളിക്കുകയാണ്. തിരുവനന്തപുരം ടോട്ടലി കളർഫുള്ളാന്ന് പറഞ്ഞ് നമ്മൾ സെറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ നൈറ്റിൽ പോകുന്നുണ്ട്. അടിപൊളിയായിരിക്കും. മക്കളൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റ് കേട്ടില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം കൂടെ പുറപ്പാണ്. എന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ എനിക്ക് 2 ജീവൻ വേണം. സെറ്റായിട്ട് വൈബായ അടിപൊളി പ്രോഗ്രാം. നമ്മൾ തിരുവനന്തപുരം ഉള്ളത് വിഷ്ണുവിൻ്റെ അടുത്താണുള്ളത്. വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സാണ് കാണുന്നതെല്ലാം. പാട്ടിൻ്റെ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. Pulling.
ഒരു മണി ഉറങ്ങി നിൽക്കുന്നു. എല്ലാവരോടും കൂടി 2023 അവസാനിച്ചിരിക്കുകയാണ്. 2024 പുതുവത്സരാശംസകളോടുകൂടി നമ്മുടെ എല്ലാ സന്തോഷങ്ങളും എല്ലാ സങ്കടങ്ങളും നമ്മൾ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് 2024 നമ്മൾ കടക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ! ഹാപ്പി ന്യൂ ഇയർ! ഓക്കേ, ഇതോടുകൂടി നമ്മുടെ പന്നിയോട് പ്രദേശത്തിലെ ഭഗത് സിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ ഹാപ്പി. ഓക്കെ, താങ്ക്സ് ബൈ ഗൈസ്. ഇതിന് നമുക്ക് വേണ്ടിയിട്ട് മനസ്സ് നിറഞ്ഞ് സഹകരിച്ച സഖാവ് അനീഷിന് 1000 നന്ദി. മാർച്ച് 12 തൊട്ട് 18 വരെ നമ്മളെ പന്നിയോട് ഉത്സവമാണ്. നീ 7 ദിവസവും ചിക്കുന്റെ വീട്ടിൽ കാണണം. കേട്ടല്ല, നീ ഇവിടെ ഇല്ല താലപ്പൊലി കറക്റ്റ് പെർഫെക്റ്റ് കാണാം. ഓക്കെ ബ്രോ, നിനക്ക് ഫണ്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ നീ വിളിക്കുക, ഫണ്ട് അയച്ചു തരും. നീ ഇനി എത്തുക, നീ എത്തിയാൽ മാത്രം മതി. നമ്മൾ 7 ദിവസം നീ ഇവിടെ വന്ന് നമ്മൾ അടിച്ചു പൊളിക്കുന്ന ഇവിടുത്തെ ഉത്സവം. തീർച്ചയായിട്ടും. ഓക്കെ, ഷുവർ. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. ഹാപ്പി ന്യൂ ഇയർ മച്ചാൻ. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള മറ്റൊരു മലപ്പുറംകാരനാണ്. ഇത് നമ്മളെ മലപ്പുറം മച്ചാനാണെങ്കിലും നമുക്ക് വിഷയമുള്ള കാര്യമില്ല. നമ്മളെ ഒറ്റ ഒരു ദിവസം ന്യൂ ഇയർ ആയിട്ട് 2024 തിരുവനന്തപുരത്ത് വന്നെങ്കിലും മച്ചാൻ നമ്മുടെ കൂടെ ഉണ്ട്. മച്ചാനെ ഇനി വീണ്ടും നമ്മൾ ഈ 2024 നമ്മളെ കൂടെ നമ്മളെ വട്ടപ്പാറ, തിരുവനന്തപുരം വട്ടപ്പാറ പന്നിയോടത്തേക്ക് മച്ചാനെ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മച്ചാൻ നമുക്ക് വേണം. മാർച്ച് 12 തൊട്ട് 18 വരെ നമ്മളെ പന്നിയോട് പഞ്ചമി ദേശീയതല ഉത്സവത്തിന് മച്ചാനെ നമ്മൾ സ്വീകരിക്കുകയാണ്. മച്ചാനെ ഓക്കെ, മച്ചാന് നമ്മളൊരു വേദി കൊടുക്കുന്നതാണ് പന്നിയോട് പഞ്ചമി ദേവി. ഉറപ്പായിട്ടും ഒരു സംശയമില്ല. കൊടുക്കോ.
ഞാൻ കമ്മിറ്റി അംഗമാണ്, അംബരീഷ് കമ്മിറ്റി അംഗമാണ്, അനീഷ് കമ്മിറ്റി അംഗമാണ്. നമ്മ മൂന്നും കൂടെ ചേർത്ത് മച്ചാൻ ഒരു പാട്ട് പാടാൻ നമ്മളൊരു അവസരം കൊടുക്കും. മച്ച ഒരു പാട്ട് പാടിയിരിക്കും, നമ്മളെ പന്നിയോട് കിടുക്കിയിരിക്കും. പൊളിച്ചെടുക്കാം നമ്മള്. പിന്നെ അപ്പോൾ നൈറ്റിലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഇനി പോകുന്നത് തിരുവനന്തപുരം സിറ്റിക്കാണ്. തിരുവനന്തപുരം സിറ്റി ഫുൾ കളർഫുൾ ആക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഞാനും വിഷ്ണു കൂടി ഇപ്പോൾ അതാ സിറ്റിയിലേക്ക് പോകുന്നത്. സിറ്റിയിലെ കാഴ്ചകൾ എത്രത്തോളം ഭംഗിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും എന്താ സൈഡിലൊക്കെ പള്ളിയിലൊക്കെ അടിപൊളിയായിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഇയർ ദിവസം ഞാനും വിഷ്ണു കൂടി ഇതാ തിരുവനന്തപുരം സിറ്റിക്ക് ഇറങ്ങിയതാണ്. ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നമുക്ക് ചെക്കിങ് കുറച്ചില്ല. നമ്മൾ ലിക്കർ അയച്ചു കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഒരു നല്ല ചെക്കിങ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു എന്താണ് എസ് പേരെന്താ പറഞ്ഞ് സമ്പത്ത് സാറ് ഭയങ്കര സ്ട്രിക്റ്റാന്ന് പറഞ്ഞത്. അപ്പോൾ സീനാണ് സംഭവം. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ധൈര്യത്തോടു കൂടി പോവാം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം സിറ്റിക്കാണ് പോകുന്നത്. നോക്കട്ടെ അവിടുത്തെ കാഴ്ചകൾ ഏതൊക്കെയാണെന്നുള്ളത്. നമ്മളേതായാലും അടിച്ചു പൊളിച്ച് വിഷ്ണുവൊക്കെ പൊളിച്ചടക്കി ഏതായാലും നമ്മൾ പാട്ടൊക്കെ പാടി തകർത്ത് ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സിറ്റിക്ക് എത്താൻ പറ്റും. അതാ ചെക്കിങ് എല്ലാം നോക്കി പോകുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സുകൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ, ഒരു ലൊക്കേഷനൊക്കെ ആയിട്ട് കാണിച്ചു തരാൻ. നമ്മൾ സിറ്റിയിലെത്തി ഒരു പള്ളിയിലാണുള്ളത്. അതിൻ്റെ പുറത്തെ കാഴ്ചകളാണ്. ഈ ഒരു സ്ട്രീറ്റിലൊക്കെ നല്ല ലൈറ്റ്സ് ഉണ്ട്. നമുക്ക് ലൈറ്റ് ക്ലോസ് ചെയ്യാൻ മുന്നായിട്ട് എത്തണം. ഏകദേശം 2 മണിക്കുള്ള ലൈറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ട്രിവാൻഡ്രം വന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള വൈബ് കാഴ്ച കണ്ടത്. ലൈറ്റ്സൊക്കെ ഓഫായി തുടങ്ങി. ഏകദേശം 2:05 ലൈറ്റ് ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ പുറത്തൊക്കെ ഓഫായി തുടങ്ങിയിട്ടുണ്ട്. സെറ്റ് നമുക്ക് ന്യൂ ഇയർ സമയത്ത് ന്യൂ ഇയർ ഡേയിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത്. ന്യൂ ഇയറിൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രിസ്മസിൻ്റെ എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത് 20 തീയതി ക്രിസ്മസിന് മുമ്പായിട്ട് തന്നെ ലൈറ്റ് വർക്ക് എല്ലാം കാണും. ഇനിയിപ്പോൾ എന്നത് അയക്കുന്നുള്ള ഇടയുണ്ടോ? ഇനിയിപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്തായാലും 1-2 ദിവസത്തിന് ആവശ്യം എന്ന് വെച്ചാൽ 2-ാം തീയതി ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഇതെല്ലാം ആവശ്യം ഉള്ളത് ആയിരിക്കില്ലേ. അടിപൊളി കാഴ്ച. അപ്പോൾ ഇതിൻ്റെ നേരെ ഫ്രണ്ട് വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാലുള്ള കാഴ്ചകളാണ് അടിപൊളിയാണ്. നമുക്ക് നെക്സ്റ്റ് ഇനി ആ സ്ട്രീറ്റിൻ്റെ ആ ലൈറ്റ്സിൻ്റെ കൂടി കാണാനുണ്ട്. അപ്പോൾ അതായത് നമ്മൾ വണ്ടി എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഏകദേശം 2 മണി ആയിട്ടുണ്ട്. 2 മണി ആയപ്പോഴേക്കും അകത്തുള്ള ലൈറ്റ്സൊക്കെ ഓഫായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രീറ്റിലുള്ള ലൈറ്റ്സ് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ല. പള്ളിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട്. പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. പുറത്തെ സ്ട്രീറ്റിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. നമുക്ക് മുൻവശത്തേക്ക് പോയി നോക്കാം. കംപ്ലീറ്റ്ലി ഓഫാക്കിയിട്ടുണ്ട്. എന്താണ് ഇനി നാളെ തുടരുമോ എന്നുള്ള അറിയില്ല. സൈഡിലായിട്ട് വേറെ ചർച്ച് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി നെക്സ്റ്റ് തിരുവനന്തപുരത്തേക്ക് ഒരുപാട് കാഴ്ചകൾ തിരുവനന്തപുരത്ത് സിറ്റിയിലൊക്കെ ആയിട്ട് കാണാനുണ്ട്. പാർലമെൻറ്റും കാര്യങ്ങളും അങ്ങനെ ഒരുപാടുണ്ട്. സെക്രട്ടേറിയറ്റ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ആ ഒരു കാഴ്ച കാണണം. നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് കയറാൻ കഴിയില്ല. ഏതായിരുന്നാലും നമ്മളിതാ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ്. നമ്മളെ ക്ഷേത്രത്തിനെ കുറിച്ച് എന്താ പറഞ്ഞേ? ഇങ്ങനെ ഇതിന്റെ ബി നിലവറ തുറക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ഈ ലോകത്ത് തന്നെ വിലമതിക്കാനാവാത്ത ഒരുപാട് നിധികളുള്ള ഒരു ക്ഷേത്രമാണ്. കേരളത്തിന്റെ പൊതുവായ ഒരു സ്വത്ത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്ഷേത്രം. കേരളത്തിന്റെ സ്വത്തമല്ല, കേരളത്തിന് ഇന്ത്യക്ക് ഒരു അഹങ്കാരം എന്നുള്ളൊരു നിലയ്ക്ക് നമുക്ക് പറയാം. കഴിച്ച ലോകത്ത് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഇതുവരെയും കണ്ടുപിടിച്ച് കഴിയാത്തതിലുള്ള ഇതുവരെയും മൊത്തമായിട്ടുള്ള നിധി ഇന്നേ വരെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിധി കാലഘട്ടം തൊട്ടേ ഉള്ള കഴിച്ച നിധി ഇന്നേ വരെ എന്ന് വെച്ചാൽ ആ ഒരു ഇപ്പോൾ ഒരു ബി നിലവറ തുറക്കാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അത് കൂടെ തുറന്നു കഴിഞ്ഞാൽ മാത്രമേ എത്രത്തോളം നിധി ഇതിനകത്തുണ്ടെന്നുള്ളത് ലോകത്തിന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ഇവിടുത്തെ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഒളിപ്പിച്ചു വെച്ച പല നിധികളും ഈ ബി നിലവറയ്ക്കകത്താണുള്ളത് എന്നാണ് അവർ പറയുന്നത്. ഇന്നും രാജഭരണത്തിലെ അനീതം, അത് ഒരു ജനാധിപത്യ ഭരണത്തിൽ നിന്നും മാറി ഒരു രാജഭരണത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭപുരം ഈ സ്വാമി ക്ഷേത്രം.
ഇപ്പോഴും അനന്തപത്മനാഭന്റെ മണ്ണെന്ന് തിരുവനന്തപുരം അറിയപ്പെടാൻ കാരണം ഇത്രയും സിറ്റിയിൽ ഈ ഒരു ക്ഷേത്രം ഉള്ളതുകൊണ്ടാണ്. നമുക്കിപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇത്രയും ദൂരം കാണുമ്പോൾ ചെറിയൊരു അമ്പലം നമുക്ക് കാണുമ്പോൾ ചെറിയൊരു അമ്പലം, അത്ര വലിയ ഇതൊന്നുമില്ല. കാര്യം കുമാരവേൽ നമ്മൾ തമിഴ്നാട്ടിലെ നമുക്ക് കുമാരവേൽ മധുര മീനാക്ഷി അമ്മ ക്ഷേത്രമുണ്ട്, അതിൻ്റെ അത്ര പോലും നമുക്ക് ആ ഒരു ഗോപുരം ഒന്നും നമുക്ക് കാണില്ല. പക്ഷേ എന്നാൽ പോലും അവരുടെ എല്ലാവരെയും മേൽക്കെ നിൽക്കുന്ന കാര്യം കേരളത്തിനെയും തിരുവനന്തപുരത്തിന് അനന്തപത്മനാഭന്റെ മണ്ണെന്ന് പറഞ്ഞ് ലോകത്തിന് മൊത്തത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്ന ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളും നിധികളും പിന്നെ അതുപോലെ ഒരുപാട് സത്യങ്ങളും മറഞ്ഞു കിടക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. എന്നുവെച്ചാൽ തിരുവനന്തപുരംകാരുടെ സ്വകാര്യ ഒരു അഹങ്കാരമായിട്ടുള്ളൊരു തവണ എന്നുവെച്ചാൽ അന്ന് ഈ ക്ഷേത്രത്തിലെ ഒരുപാട് നിലവറ തുറന്നപ്പോൾ അന്ന് കേരളത്തിലെ പിള്ളേർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമേരിക്ക കൊടുക്കാനുണ്ടോ നമ്മൾ വാങ്ങിക്കാം എന്നുള്ളതാണ്. അത്ര ലെവൽക്ക് വരെ അമേരിക്ക വിലയ്ക്ക് വാങ്ങിക്കുവാനുള്ള ഒരു സംവിധാനം വരെ ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. അത് ഒന്നോ രണ്ടോ നിലവറകൾ തുറന്ന ആ വെച്ചാൽ ഒരു 5-6 നിലവറ തുറക്കാതെ 2-3 നിലവറ തുറന്നാൽ തന്നെ അതിനകത്തുള്ള വജ്രങ്ങളും നിധികളും കൊണ്ട് ഈ ലോകം ഫുള്ള് വാങ്ങിക്കാനുള്ള സ്വത്ത് ഈ പത്മനാഭന്റെ കയ്യിലുണ്ട്. ടിപ്പു സുൽത്താന്റെ പല പടയോട്ട കാലത്ത് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ കൊണ്ട് ഒളിപ്പിച്ചു വെച്ച പല വൻനിധികളും അവർക്ക് പോലും അനുഭവിക്കാൻ കഴിയാതെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ച പല സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. സിറ്റിയിൽ ഒന്നോടുകൂടി സിറ്റിയിലെ കാഴ്ചകൾ മൊത്തത്തിലൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതിലുപരി ലൈറ്റ്സ് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ചർച്ചിൽ പോയതോടുകൂടി അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ട് അവിടെ പുറത്ത് പോയി കാഴ്ച കണ്ട് മോർണിംഗിൽ ഒരു സമയം വരുള്ളൂ, വൈകിട്ട് ഒരു സമയം 2 സമയത്താക്കിയിട്ടൊക്കെ തുറക്കൽ. അതിലുപരി അകത്ത് കയറുന്നുണ്ടെങ്കിൽ മുണ്ടെടുത്തിട്ട് പോകാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും നമ്മൾ വരണം. നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നമ്മൾ മോർണിംഗോട് കൂടി നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.